നമസ്കാരം. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ബഹുമാനരെ, ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അഷ്ടലക്ഷ്മി പീഠം എന്ന അത്ഭുത യന്ത്രത്തെക്കുറിച്ചാണ്. ശ്രീചക്രത്തിന് തുല്യമായ ശ്രീപീഠമെന്ന പീഠമാണ് അഷ്ടലക്ഷ്മി പീഠം. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ബഹുമാന്യരായ എല്ലാവരോടും ഒരപേക്ഷയുണ്ട്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അമർത്തിയാൽ പുതിയ വീഡിയോകൾ കാണാം. പിന്നെ ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ എഴുതണം. കമൻസ് ഏറ്റവും അത്യാവശ്യമാണ്. അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ, നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ തരണമെന്ന് അപേക്ഷിക്കുന്നു. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേശ്വര പൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേശ്വര പൂജിതേ. ആ പീഠത്തിന്, ആ ശ്രീപീഠത്തിന് സമാനമാണ് അഷ്ടലക്ഷ്മി പീഠം. എനിക്ക് അഷ്ടലക്ഷ്മി പീഠത്തെക്കുറിച്ചുള്ള വിധി എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് തന്നെ വളരെ വർഷങ്ങളായി. വളരെ പേർക്ക് ഞാൻ അഷ്ടലക്ഷ്മി പീഠം ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2002 ജൂലൈയിൽ ജ്യോതിഷരത്നം മാഗസിൻ എൻ്റെ ഈ അഷ്ടലക്ഷ്മി പീഠത്തെക്കുറിച്ച് ഒരു ഫീച്ചർ കൊടുത്തിരുന്നു. ശ്രീ വേണു മഹാദേവ് അവர்களാണ് അത് എൻ്റെ വീട്ടിൽ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയതും ഈ ഫീച്ചർ തയ്യാറാക്കിയതും. 2002 ജൂലൈ ലക്കത്തിലെ ജ്യോതിഷം ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേരിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതായിരിക്കും. അഷ്ടലക്ഷ്മി യന്ത്രം, തടിയിലേക്ക് കൊത്തുന്ന ഒരു യന്ത്രവിധിയാണ് അഷ്ടലക്ഷ്മി പീഠം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളും നമുക്ക് ലഭ്യമാകുന്നതിനും ജന്മജന്മാന്തര പാപശാപദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും എന്തുവിധ ജാതകദോഷമുണ്ടെങ്കിലും ആ ജാതകദോഷത്തിൽ നിന്നെല്ലാം ദോഷം മാറ്റിക്കൊണ്ട് വിജയം കൈവരിക്കാൻ ഒട്ടനവധി പേർക്ക് ഞാൻ ഈ പീഠം കൊടുത്തു. അത് 98% ഫലവത്തായി എന്നതാണ് സത്യം. അഷ്ടലക്ഷ്മി പീഠത്തെക്കുറിച്ച് വിശ്വാസത്തോടുകൂടി അത് ആര് ആ പീഠം വീട്ടിൽ വെച്ച് വിളക്ക് തെളിയിക്കുന്നുവോ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചതുർവിധ പുരുഷാർത്ഥങ്ങളും നേടിയെടുക്കാൻ അഷ്ടലക്ഷ്മി പീഠം മാത്രം മതി. ഇത് പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് വീട്ടിൽ വയ്ക്കാമോ ഇല്ല എന്നൊക്കെ. തീർച്ചയായിട്ടും ഇതേ വീട്ടിൽ വയ്ക്കാവൂ. തടിയിലേക്ക് കൊത്തുന്ന ഒരു യന്ത്രമാണ്. അതൊരു പീഠമാണ്. ഒരു പീഠത്തിലാണ് അത്. ആ പീഠം രൂപകൽപ്പന ചെയ്തതിന് ശേഷം ആ പീഠത്തിലാണ് ഈ യന്ത്രം ആലേഖനം ചെയ്യുന്നത്. അതിന് വളരെയധികം കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ആ പീഠത്തിലേക്ക് ഈ യന്ത്രം കൊത്തുന്നത്. തടിയെടുക്കുന്നത് മുതൽ ആ തടിയെ പലതരത്തിലുള്ള പ്രോസസ്സ് കൊണ്ട് ശുദ്ധീകരിച്ച് അവസാനം പുണ്യാഹം ചെയ്ത് ആണ് അതെടുക്കുന്നത്. കാര്യം പശു ചവിട്ടിക്കുഴച്ച മണ്ണിൽ ആണ് അതാദ്യം ഗോമൂത്രം അല്ലെങ്കിൽ ഗോമൂത്രം കൊണ്ട് അതിനെ ശുദ്ധീകരിച്ച് അവിടെ മുതലങ്ങോ അതിൻ്റെ പ്രോസസ്സ് തുടങ്ങാണ്. അങ്ങനെ അത് ആ തടി ലക്ഷ്മീപീഠം കൊത്താൻ പ്രാപ്തമാക്കിയെടുക്കും. മഹാലക്ഷ്മി വന്നിരിക്കേണ്ടതാണ്.
സാക്ഷാൽ പരാശക്തി. അത് പരാശക്തിയുടെ പരിപൂർണമായ ഭാവം, പൂർണ്ണഭാവം ഉൾക്കൊണ്ടുകൊണ്ട് മൂലലിംഗത്തിന് ചുറ്റുമായി അഷ്ടലക്ഷ്മിമാർ, ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്ത് 12 രാശികളിലായി വസിക്കുന്ന സങ്കല്പത്തിൽ ചെയ്യുന്ന ആ പീഠം വളരെ ശുദ്ധീകരിച്ച ആ തടിയിലേക്ക് മാത്രമേ അത് നമുക്ക് കൊത്താൻ പറ്റുള്ളൂ. കാല് ചവിട്ടി പിടിക്കാതെ കൊത്തണം. അങ്ങനെ ആണ് ഈ പീഠം പണിതിരിക്കുന്നത്. അതിൽ ഉടി തുടിയിക്കുമ്പോൾ അതിന് നിയമങ്ങളുണ്ട്. ആ പറയുന്ന ആചാര്യൻ, ഗുരുനാഥൻ പറഞ്ഞു തന്നിരിക്കുന്ന ആ നിയമത്തിൽ നിന്ന് വരവണ്ണം തെറ്റാതെ വേണം അത് ചെയ്യാൻ. ഓരോ ജാതകക്കാരൻ്റെയും ജാതകത്തിൻ്റെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ആ ലക്ഷ്മി പീഠത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഒരു കുടുംബത്തിന് കൊടുക്കുന്ന, അവിടെ 4 പേരുടെ ജാതകം ഉണ്ടെങ്കിൽ ഈ 4 പേരുടെയും ജാതകം നോക്കാൻ അറിയാവുന്ന ഒരു ആചാര്യന് കൊടുത്തു കഴിഞ്ഞാൽ അഷ്ടലക്ഷ്മി പീഠത്തിൽ നോക്കിയാൽ അവരുടെ ജാതകം എന്താണെന്ന് അറിയാൻ പറ്റും. അതാണ് ഇതിലേക്ക് ആലേഖനം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ജന്മജന്മാന്തര ദോഷങ്ങളും കൂടെ അതിനകത്ത് നമ്മൾ പ്രാർത്ഥിച്ച് ആ ദോഷം അതിൽ നിന്ന് മാറ്റിക്കളയുകയാണ്. അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരുന്നതിന് വേണ്ടിയിട്ട് സാക്ഷാൽ പരാശക്തിയെ അവിടെ അതിനകത്ത് നമ്മൾ പ്രതിഷ്ഠ ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന ഈ പീഠം, സർവശുദ്ധിയോടും കൂടിയുള്ള ഈ പീഠം വീട്ടിൽ വെച്ച് വിളക്ക് തെളിയിക്കുന്നവർക്ക് ന്യായമായ എല്ലാ ആവശ്യങ്ങളും സാധിക്കും. എല്ലാ കഷ്ടതകളും അവർക്ക് മാറും. ദുരിതാനുഭവങ്ങൾ ഒരിക്കലും അവർക്ക് ഉണ്ടാകില്ല. വീട്ടിൽ വെച്ച് വിളക്ക് കത്തിക്കുമ്പോൾ അതിൻ്റെ സ്ഫുരണത്താൽ, ആ വിളക്ക്, ആ പീഠത്തിൽ നിന്ന് വിളക്ക് തെളിയുന്നതിൻ്റെ സ്ഫുരണത്താൽ ദേവി കുടുംബത്തിലെ എല്ലാവരോടും ഒപ്പം ദേവി ഉണ്ടാകുമെന്നാണ്. അവിടെ എല്ലാവർക്കും അതൊരു കവചമാകുമെന്നും അവർ ദൂരസ്ഥലത്തേക്ക് പോയാലും അവരുടെ സംരക്ഷണം ദേവി ഏറ്റെടുക്കുന്നതാണ്. ഇതാണ് അഷ്ടലക്ഷ്മി പീഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സന്താന സൗഭാഗ്യം, മംഗല്യയോഗം, സൽഭർത്തൃയോഗം, സൽസന്താനയോഗം, ഉത്തമ ദാമ്പത്യം, പിന്നെ ഉത്തമ ഗൃഹലാഭം, ധനധാന്യ സമൃദ്ധി, ഋണമോചനം എന്ന് പറഞ്ഞാൽ കടം ഇല്ലാതാക്കുക. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഒരു മനുഷ്യൻ ജീവിതകാലത്തിൽ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ, ദേവിയെ ഉപാസിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. വെറുതെ നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം അമ്പലത്തിൽ പോയതുകൊണ്ട് നമുക്കത് കിട്ടണമെന്ന് നിർബന്ധമില്ല. അവരുടെ ജാതകത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ അറിയാവുന്ന ഒരാചാര്യന്, ആ ആചാര്യൻ തന്നെ തന്ത്രം കൈകാര്യം ചെയ്യുകയും അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആ ആചാര്യന് ആ ദോഷങ്ങൾ തീർത്തു കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം കൂടെ ദേവി കൊടുക്കും. അഷ്ടലക്ഷ്മി പീഠത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെയാണ്. ഏതോ ജന്മത്തിൽ ചെയ്ത ഒരു സുഹൃതം കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ പ്രാർത്ഥന കൊണ്ടാവാം എന്നിലേക്ക് ആ വിധി വന്ന് പെട്ടത്. ഞാൻ പോലും അറിയാതെയാണ് ആ വിധി എൻ്റെ കയ്യിലേക്ക് എത്തിപ്പെട്ടതെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ പല ആചാര്യന്മാരുടെ അടുത്തും പോയി, പല ആചാര്യന്മാരുടെ അടുത്തും ഇത് ഞാൻ പറഞ്ഞു. അവരെല്ലാം രാശി വെച്ച് നോക്കി, താങ്കളാണിത് ഇന്ന് ഇന്ത്യയിൽ താങ്കളാണിത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഓരോ ആചാര്യന്മാരും. ഞാൻ പോയിട്ടുള്ള വളരെയധികം അറിവുള്ള ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്. അവർ രാശി കവടി പ്രശ്നം വെച്ച് നോക്കിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് അഷ്ടലക്ഷ്മി പീഠം കയ്യിലേക്ക് വന്നതിന് ശേഷം വളരെ ഒരു അന്വേഷണം ഞാൻ നടത്തി, വേറെ ആരെങ്കിലും ഇതുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. 200 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലവിടെ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 200 വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 200-220 വർഷത്തിന് മുൻപ് ഒരാൾ ജീവിച്ചിരുന്നെന്നും അയാളും കേരളത്തിൽ തന്നെയായിരുന്നെന്നും അദ്ദേഹം അഷ്ടലക്ഷ്മി പീഠവും ശ്രീചക്രവും ഇതിലേക്ക് കൊത്തിയിരുന്നെന്നും അങ്ങനെ 2 കാര്യങ്ങളും ചെയ്തിരുന്ന ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എനിക്കാണ് ഈശ്വരൻ
സാക്ഷാൽ ദേവി പരാശക്തി എനിക്കാണ് ആ അനുഗ്രഹം തന്നത്. എന്തായാലും അതിൽ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് അമ്മയുടെ പീഠം കുത്താൻ എനിക്ക് അനുവാദം തന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിന് കൂടുതലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ചെയ്തു കൊടുത്ത പീഠത്തിൻ്റെ കോപ്പി എടുത്ത് ഇത് കണ്ടുകൊണ്ട് ഒരാൾക്ക് തോന്നി എനിക്കും ഇതൊക്കെ ചെയ്യണം എന്ന് തോന്നി, കാശുണ്ടാക്കാം, നല്ല പരിപാടിയാണെന്നൊക്കെ വിചാരിച്ച് വേറൊരാൾക്ക് ഞാനൊരു പീഠം ചെയ്തു കൊടുത്തു. അയാളത് വേറൊരാളെ വെച്ച്, വേറൊരു ആളിനെന്ന് ഞാൻ പറയുന്നില്ല, വേറൊരാളെ വെച്ച് ആ പീഠത്തിൻ്റെ കുറേ പകർപ്പെടുത്ത് ഉണ്ടാക്കി കൊടുത്ത് കിട്ടുന്ന പൈസയ്ക്ക് ഇങ്ങനെ വിറ്റുണ്ട്. ഇപ്പോൾ എന്തായി ഗതിയെന്ന് നമുക്കറിയില്ല. എൻ്റെ അടുത്ത് വന്നു അതിന് പരിഹാരം ചെയ്യണമെന്നൊരാൾ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചതിൽ തെറ്റുണ്ടോ? ഒരാളത് വാങ്ങിച്ചത് അപ്പം അവർക്ക് അത് മനസ്സിന് വിഷമം തോന്നിയപ്പോൾ അവർ ഇങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ തെറ്റായ ഒരിടത്തു നിന്നാണല്ലോ വാങ്ങിച്ചത്, അപ്പോൾ അതിൽ ദോഷമുള്ളതുണ്ടെന്ന് അറിയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. ഞാനൊന്നും പരിഹാരമൊന്നും പറഞ്ഞു കൊടുത്തില്ല. അവസാനം വേറൊരു ആചാര്യൻ്റെ അടുത്ത്, തിരുവനന്തപുരത്ത് തന്നെ ഒരു ആറ്റുകാൽ സൈഡിലുള്ള ഒരു ആചാര്യൻ്റെ അടുത്ത് പോയി. അദ്ദേഹം പിന്നെ മൃത്യുഞ്ജയഹോനം മുതലായ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ചു. അപ്പോൾ അതിന് നിയമിക്കപ്പെട്ടിരിക്കുന്ന ആൾ, അതിന് ദേവി നിയോഗിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് നിന്ന് തന്നെ അത് വാങ്ങിക്കണം. ആ പീഠം തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ പകർപ്പെടുത്ത് കൊത്തി കൊടുക്കുന്ന ഒരാൾ, അത് ആ പീഠത്തിന് അതിൻ്റെ പകർപ്പല്ലേ കിട്ടുള്ളൂ. ഓരോരുത്തർക്കും അവരുടെ നക്ഷത്രവും സമയവും ജാതകവും വെച്ച് പേരും വെച്ച് നമ്മൾ കൊത്തി കൊടുക്കുന്നതാണ്. അത് ആ കുടുംബത്തിന് മാത്രമേ പറ്റുള്ളൂ. ഒരു കുടുംബത്തിൽ 4 പേർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ 4 പേർക്ക് വേണ്ടിയേ പറ്റുള്ളൂ. അതിപ്പോൾ ഒരാൾ അവരുടെ കാലശേഷം അവർക്ക് മക്കളുണ്ടെങ്കിൽ മക്കളുടെ അത് കൊടുക്കാനുള്ള നിയമം കൂടെ അതിനകത്ത് ചേർത്തുകൊണ്ടാണ് പിന്നീട് വരുന്ന തലമുറകൾക്കും അത് കൈകാര്യം ചെയ്യാം എന്ന നിയമം കൂടെ അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പീഠം ചെയ്യുന്നത്. അത് വളരെയധികം പഠിക്കാനുള്ളത്. വെറുതെ ചുമ്മാതിരുന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചെയ്യാവുന്നൊരു കാര്യമില്ല. വെറുതെ തടി പണിത് 2 വരയിട്ട് കഴിഞ്ഞാൽ ആ ചക്രത്തെ പോലെ തന്നെ തോന്നും, പക്ഷെ അത് അഷ്ടലക്ഷ്മി പീഠമാകില്ല. അത് വളരെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ ഈശ്വരൻ എനിക്ക് തന്ന ആ ഒരു അനുഗ്രഹത്തിൽ ഞാൻ ഒട്ടനവധി പേർക്ക്, ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഞാൻ ചെയ്തു കൊടുത്തു. അത് ആരെല്ലാം വീട്ടിൽ സത്യസന്ധമായി അത് വെച്ച് പൂജിച്ചിട്ടുണ്ടോ അവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടായി, കല്യാണം നടക്കാതിരുന്നവർക്ക് കല്യാണം നടന്നു, ദാമ്പത്യ പ്രശ്നം ഉണ്ടായിരുന്നവർക്ക് ദാമ്പത്യത്തിൻ്റെ ആ പ്രശ്നം തീർന്ന് അവർ സുഖമായി ജീവിക്കുന്നു. വലിയ മഹാരോഗങ്ങളുണ്ടായിരുന്നവർ ആ മഹാരോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, കേസുകളുണ്ടായിരുന്ന പല ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ടത് കൊണ്ടുപോയി. അങ്ങനെ സമ്പത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഒട്ടനവധി പേര് ഇത് വെച്ചതിന് ശേഷം കോടീശ്വരന്മാരായ പല ആൾക്കാരുണ്ട്. ഞാൻ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ അഷ്ടലക്ഷ്മി പീഠത്തിൽ വിളക്ക് കത്തിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. വിദേശ രാഷ്ട്രങ്ങളിൽ എത്രയോ സ്ഥലത്ത്, അമേരിക്കയിൽ ഇരിപ്പുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും, കാനഡ, ആസ്ട്രേലിയ, പിന്നെ സൗത്ത് ആഫ്രിക്ക, ഇവിടെ നിന്നൊക്കെ കുറേ മലയാളികൾ എന്നെ അന്വേഷിച്ച് വന്നു. ലണ്ടൻ, അവർക്കെല്ലാവർക്കും ഞാൻ ലക്ഷ്മിപീഠം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും വളരെ സന്തോഷപൂർവ്വം കൊണ്ടുപോയിട്ടുണ്ട്. അവർക്കാർക്കും ഇന്നുവരെ ഒരു പ്രശ്നവുമില്ല. ഇന്നൊരു പ്രശ്നമില്ല. അവരെല്ലാം സുഖമായി ജീവിക്കുന്നു. അപ്പോൾ അഷ്ടലക്ഷ്മി പീഠം എന്ന് പറയുന്ന ഈ പീഠം, അത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ തന്നെ 100 കണക്കിന് ലക്ഷ്മീപീഠം പൂജിച്ചിട്ടുണ്ട്. അവിടെ ദാമോദരൻ നമ്പൂതിരി അവർ പൂജിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ മേൽശാന്തി, അങ്ങനെ പലരും അഷ്ടലക്ഷ്മി പീഠം ഒരു കാലഘട്ടത്തിൽ ആറ്റുകാലമ്മയുടെ പാദത്തിൽ വെച്ച് പൂജിക്കാനൊരു അവസരം വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പീഠത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. മൂകാംബികയിൽ പൂജിച്ചിട്ടുണ്ട്. മൂകാംബിക ദേവിയുടെ അടുത്ത് വെച്ച് അഷ്ടലക്ഷ്മി പീഠം പൂജിച്ചിട്ടുണ്ട്. അങ്ങനെ ചിലരൊക്കെ മൂകാംബികയിൽ വെച്ച് പൂജിക്കുന്നവരുണ്ട്. പുട്ടപർത്തിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. സത്യസായി ബാബയുടെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി ഭഗവാൻ തൊട്ടിട്ട് പറഞ്ഞു, ഇത് ചെയ്യുന്നയാളിനെ എനിക്കറിയാം, ആൾ ആരും തെരയുമാ ഉങ്ങൾക്ക് എന്ന് അവരോടടുത്ത് ചോദിച്ചു എന്നാണ്. അങ്ങനെ പലരും പുട്ടപർത്തിയിൽ കൊണ്ടുപോയി സ്വാമി അതിൽ തൊട്ട് അനുഗ്രഹിച്ചു. അപ്പോൾ ഒട്ടനവധി പേർക്ക് ഈ പീഠം ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് ഉണ്ടായ ഗുണാനുഭവങ്ങൾ ആണ്
എൻ്റെ പിൻബലമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നീട് എനിക്ക് കൊടുക്കാനുള്ളൊരു ആവേശം ഉണ്ടായത് അങ്ങനെയാണ്. ഏഷ്യാനെറ്റ് തന്നെ 3-4 പ്രാവശ്യം സുപ്രഭാതം പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. അഷ്ടലക്ഷ്മി പീഠത്തെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചശിരസിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒട്ടനവധി ഇൻ്റർവ്യൂകൾ സൂര്യ TV കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ചെയ്യാനായിട്ട് ജഗദീശ്വരി എനിക്ക് തന്ന അനുഗ്രഹം എന്നും അമ്മയോട്, പരാശക്തിയോട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് അതാണ്. ഈ ലക്ഷ്മിപീഠം ചെല്ലുന്ന സ്ഥലത്തെല്ലാം പോസിറ്റീവ് എനർജി എന്നും നിലനിൽക്കണം. ഞാൻ ആർക്കൊരു കാര്യം കൈകൊണ്ട് കൊടുത്താലും എൻ്റെ ജാതകത്തിൽ അങ്ങനൊരു ഗുണമുണ്ടെന്നാണ് ജ്യോത്സ്യന്മാർ പറയുന്നത്. എൻ്റെ ജാതകത്തിൽ ഒരു സൗഭാഗ്യയോഗമുണ്ട്. ആ യോഗം മറ്റുള്ളവർക്ക് നല്ല രീതിക്ക് ഉപകാരപ്പെടും. എന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുമെന്നാണ്. അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് തിരുവനന്തപുരത്ത് തന്നെ പല ജ്യോത്സ്യന്മാരും എൻ്റെ അടുത്ത് വിട്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഭയങ്കര കഷ്ടതയുള്ള ചില ആൾക്കാരെ, കടമൊക്കെ വന്നിട്ട് ചെയ്യുന്ന ആൾക്കാർ മുണ്ടും സ്വർണ്ണ കോയിനും മുണ്ടും കൂടെ ദക്ഷിണ സഹിതം എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ട് അവരനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹിക്കാൻ ഞാൻ ആരുമല്ല, അമ്മയെ പ്രാർത്ഥിച്ചു, അമ്മയുടെ മുമ്പിൽ നമസ്കരിച്ചോളൂ, അമ്മയാണല്ല, എല്ലാം അവിടെ ഒന്ന് പറഞ്ഞേച്ചാൽ മതി. എന്നിൽ എങ്ങനെയുള്ളൊരു യോഗമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും കൂടെ ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു വിട്ടു. പക്ഷെ അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടായെന്ന് അവർ പറയുന്നു. അതിൽ വളരെയധികം സന്തോഷം എനിക്കുണ്ട്. അതെൻ്റെ കഴിവല്ല, ഒരിക്കലും എൻ്റെ കഴിവോ ഞാൻ അതിനകത്ത് അഹങ്കരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ദേവി ഭഗവാൻ തരുന്നു, ഭഗവാൻ തന്നത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഈശ്വരനാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മളൊക്കെ അവരുടെ ഈശ്വരൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ഈ ജന്മത്തിൽ ചെയ്തിട്ട് നമ്മളങ്ങ് പോകും. അടുത്ത ജന്മവും ശുദ്ധമായൊരു മനുഷ്യനായിട്ട്, ആരെയും ദ്രോഹിക്കാത്ത, ആരെയും ഒരു കള്ളത്തരത്തിൽ ജീവിക്കാതെ ശുദ്ധമായ മനസ്സോടുകൂടി ജീവിക്കുന്നൊരു മനുഷ്യനായി പിറക്കാൻ വേണ്ടി മാത്രം, ഭാഗ്യവാനായിട്ട് നമ്മൾ ജനിക്കണമെന്ന് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ. ആരെയും നമ്മൾ ഉപദ്രവിക്കരുത്. നമ്മുടെ ശത്രുക്കളെ പോലും നമ്മൾ സ്നേഹിക്കണം. ഒരാൾക്കും ദോഷം വരുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈശ്വരൻ്റെ മക്കളാണ്. എല്ലാവർക്കും നന്മയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ചിലരെ കള്ളത്തരം കാണിക്കുന്നവരുണ്ട്, അത് അവരുടെ ജാതകത്തിൻ്റെ ദോഷമാണ്. പിടിച്ചു പറിക്കാറുണ്ട്, വെട്ടിപ്പ് നടത്തുന്നവരുണ്ട്, മറ്റുള്ളവരെ അടിക്കുകയും ഇടിക്കുകയും ചെയ്യുന്നവരുണ്ട്, കൊല്ലുന്നവരുണ്ട്. ഇതെല്ലാം അവരുടെ ജാതകത്തിൻ്റെ ദോഷം കൊണ്ട് അവർ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നോക്കുക. അതൊക്കെ നല്ല നല്ല കർമ്മങ്ങളല്ല, അതെല്ലാം മോശമായ കർമ്മങ്ങളാണ്. മോഷണം, പിടിച്ചു പറിയുന്നതൊക്കെ പറയുന്നത് മോശമായ കർമ്മങ്ങളാണ്. അപ്പോൾ അതിലേക്കൊന്നും നമ്മുടെ മനസ്സ് വഴുതി പോകാതിരിക്കാൻ അഷ്ടലക്ഷ്മി പീഠം പോലുള്ള ഈ യന്ത്രവിധികൾ നമ്മളെ സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എത്രയോ പേര് മദ്യപാനം നിർത്തിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഒട്ടനവധി അമ്മമാർ, ഒട്ടനവധി സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ നല്ലതാക്കി കൊടുക്കാൻ. ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. കാര്യം എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളവരെല്ലാവരും വിദ്യാഭ്യാസപരമായി വളരെയധികം ഉയർന്നവരാണ്. അവർ അത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അവർക്കതിൻ്റെ മഹത്വം മനസ്സിലായി എന്നുള്ളതാണ്. പ്രൊഫസേഴ്സുണ്ട്, ഡോക്ടേഴ്സുണ്ട്, വക്കീലന്മാരുണ്ട്, അങ്ങനെ ഒട്ടനവധി പേര്, വളരെ വലിയ വലിയ ബിസിനസ്സുകാരുണ്ട്, നടന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. പലരും എൻ്റെ അടുത്ത് നിന്ന് അഷ്ടലക്ഷ്മി പീഠം വെച്ച് പൂജിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. ആരുടെയും പേരൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല, അതൊന്നും പറയാൻ പാടില്ല. പിന്നെ അത് വെച്ചൊരു ബിസിനസ് നടത്താൻ ഞാൻ തയ്യാറുണ്ട്. അത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു എന്നുള്ളൂ. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അത് ഞാൻ ഒരു എന്നെ വലുതാക്കി കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, അങ്ങനെ ധരിക്കരുത്. അപ്പോൾ എന്തായാലും ഞാൻ ഒട്ടനവധി പേർക്ക് ഈ പീഠം കൊടുത്തിട്ടുണ്ട്. പൂജാമുറിയുള്ളവർക്ക് മാത്രമേ ഇത് കൊടുക്കൂ എന്നുള്ളത് എനിക്കൊരു നിർബന്ധമാണ്. വളരെ ശുദ്ധമായിട്ട് നോക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇത് കൊടുക്കുള്ളൂ. അത് കാരണം അല്ലെങ്കിൽ അതിന് അശുദ്ധി വരാൻ പാടില്ല. അതിന് അശുദ്ധി വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചടി ഉണ്ടാകില്ലെങ്കിലും ഗുണം കിട്ടുകയില്ല. തിരിച്ചടി ഉണ്ടാകില്ല, ഒരിക്കലും തിരിച്ചടിയില്ല.
അത് എത്ര കാലം പൂജിച്ചില്ലെങ്കിലും അതിൻ്റെ ദോഷം നമ്മളെ ബാധിക്കില്ല. പക്ഷെ ഗുണം കിട്ടണമെങ്കിൽ, അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നീട് അത് പൂജിച്ചു തുടങ്ങണം. അപ്പം അതിന് ചില സിദ്ധമന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ അതിനു വേണ്ടി തരും. പിന്നെ ഒട്ടനവധി സ്തോത്രങ്ങൾ, ഇപ്പോൾ മഹാലക്ഷ്മി അഷ്ടകം തന്നെ, അതിന് അഷ്ടലക്ഷ്മി വിളമ്പിച്ചിട്ട് മഹാലക്ഷ്മി അഷ്ടകം, ലളിതാ സഹസ്രനാമം, ഇതൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്കതിൻ്റെ ഫലം കിട്ടിയിരിക്കും. എത്രയോ പേര്, വീടില്ലാത്ത എത്രയോ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് അവരെല്ലാം ഇന്ന് സ്വന്തമായ വീട്ടിൽ താമസിക്കുന്നു, സ്വന്തം വീട്ടിൽ താമസിക്കുന്നു. അമ്മ അവർക്കത് അത് കൊടുത്തു. അത് കാര്യം അവർ 100% വിശ്വാസത്തോടെയാണെന്ന് വെച്ചത്, 100% മനസ്സോടെ. അത് വെറും തടിയാണെന്ന് ചിന്തിച്ചാൽ അത് തടിയായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ അതിൽ ദേവിയുണ്ട്, സാക്ഷാൽ മഹാലക്ഷ്മി പരാശക്തി അതിലുണ്ടെന്ന് വിശ്വസിച്ചാൽ, പാർവതിയും പരാശക്തിയും സരസ്വതിയും ഗായത്രിയും എല്ലാവരും അതിലുണ്ട്. ഞാൻ ഒരിക്കലൊരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ എൻ്റെ അടുത്ത് വന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യത്തിനുള്ള അറിവും എല്ലാം ഈശ്വരൻ തന്നു, നല്ല മക്കളെ തന്നു, ശരിയാണ്, പക്ഷേ ഒരു സ്വന്തമായൊരു വീടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ജാതകവും തരാമോ എന്ന് ചോദിച്ചു. തരാം. ജാതകം തന്നു, അത് പരിശോധിച്ചു. അതിന് വീടിന് സമയമായിട്ടുണ്ടല്ലോ. അല്ല, ഇത് കുറേ കാലമായിട്ട് പലരും പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ അങ്ങ് നടന്നിട്ടില്ല. അതിന് ചെറിയൊരു തടസ്സം കാണുന്നുണ്ട്. അഷ്ടലക്ഷ്മി പീഠം പൂജിക്കാമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും പൂജിക്കാം. ലക്ഷ്മി പീഠം കൊത്തിക്കൊടുത്തു. അദ്ദേഹം അത് പൂജിച്ചു. അങ്ങനെ ആ മനുഷ്യൻ്റെ ലക്ഷ്മി പീഠം പൂജിച്ച് ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിനൊരു ചാൻസ് വരികയും വീടിനുള്ള സൗഭാഗ്യങ്ങളുണ്ടായി, അദ്ദേഹത്തിന് വീടുണ്ടായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതെല്ലാം അമ്മ കൊടുക്കും. എങ്ങനെ? നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. എന്തൊക്കെയാണോ നമ്മുടെ ജാതകത്തിലെ തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ നീക്കാൻ കൃത്യമായ പരിഹാരം, ആ ജാതകത്തിലെ ലൂപ്പ് ഹോൾസിൽ പറഞ്ഞിരിക്കുന്ന ആ പരിഹാരം കണ്ടെത്തി അത് കൊടുക്കുമ്പോൾ അവർക്ക് ഗുണം കിട്ടും. അപ്പം ലക്ഷ്മി പീഠം എല്ലാവർക്കൊന്നും ഞാൻ കൊടുക്കില്ല. എനിക്ക് ജാതകം തൃപ്തിയാകണം. തന്നെയല്ല, പൂജാമുറി നിർബന്ധമാണ്. പൂജാമുറി ഇല്ലാത്ത ഒരാൾക്കും ഞാൻ കൊടുക്കില്ല. അത് കാരണം ഇത് ബിസിനസ്സായിട്ട് ഞാൻ ചെയ്യുന്നതല്ല. എനിക്ക് അമ്മ എൻ്റെ കയ്യിൽ കൊണ്ടുതന്ന ഒരു സൗഭാഗ്യ വിധിയാണ്. അപ്പോൾ ഈ വിധി ഒരാളിൽ എത്തിക്കുമ്പോൾ അത് വാങ്ങിക്കുന്നയാളിനും അതുപോലെ നമ്മൾ ചെയ്യുന്ന അതേ രീതിക്ക് ചെയ്യാൻ വാങ്ങിക്കുന്നയാളിനും അതിനുള്ള യോഗ്യത വേണം. അങ്ങനെ സമ്മതിക്കുന്ന ഒരാൾക്ക് മാത്രമേ നമ്മൾക്ക് കൊടുക്കുകയുള്ളൂ. കാരണം അവരത് അതിൻ്റേതായ രീതിക്ക് അത് നോക്കിയാൽ അവർക്ക് 100% ഗുണമാണ്. അത് ലോകത്ത് എല്ലാ നന്മകളും നമുക്കുണ്ടാവും. ഇപ്പം ക്ഷേത്രത്തിൽ പോകണ്ടേ എന്ന് ചിലർ ചോദിക്കും. ക്ഷേത്രത്തിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതൊക്കെ. ഇപ്പോൾ ക്ഷേത്രത്തിൽ ഒരാൾ ക്ഷേത്രത്തിൽ പോയാൽ മാത്രമേ ദേവനെ പൂജിക്കാൻ പറ്റുള്ളൂ? ഒരിക്കലുമില്ല. നമ്മുടെ വീട് ക്ഷേത്രമാക്കി വെക്കണം. നമ്മൾ അശുദ്ധമായി വെക്കരുത്. നമ്മുടെ വീട് എപ്പോഴും ശുദ്ധമായിരിക്കണം. മനഃശുദ്ധി, ശരീരശുദ്ധി, വസ്ത്രശുദ്ധി. വസ്ത്രം നമ്മൾ കഴുകി എടുക്കണം. നമ്മൾ കിടന്ന് ഉറങ്ങിയ ബെഡ് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശുദ്ധമായി അതിലേക്ക് നമ്മൾ തൊടരുത്. അത് ഒരു കാരണവശാലും അതിലേക്ക് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ തൊടാതിരിക്കുക. ഇരിക്കുന്ന തുണിയുടെ കുഷ്യനൊക്കെ ഇട്ടതാണെങ്കിൽ അങ്ങനെയുള്ള സെറ്റുകളിലും ഇതിനൊന്നും ഇരിക്കാതിരിക്കുക. പൂജ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കവിടെ ഇരിക്കാം. എന്നാലും ബെഡിൽ കഴിവതും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബെഡ് എല്ലാം മടക്കി പുതപ്പെല്ലാം കൃത്യമായിട്ട് മടക്കിയിടണം. അതൊക്കെ നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമാക്കണം. നമ്മൾ എല്ലാം തട്ടിക്കുടഞ്ഞ് അത് കിടന്നപടി അതേപടി എണീറ്റ് പോകരുത്. അവിടെയൊക്കെ ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ പോസിറ്റീവും, ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ച് വേണം നമ്മുടെ വീടിനെ നമ്മൾ ശുദ്ധിപ്പെടുത്താൻ. കിടക്കുന്ന ബെഡ് എപ്പോഴും നമ്മൾ പണ്ടൊക്കെ എണീറ്റാൽ ഉടനെ തുറത്ത് വയ്ക്കുമായിരുന്നു. പായൊക്കെ ചുറ്റി ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ട് വീടെല്ലാം തൂത്ത് വൃത്തിയാക്കി ഇടുമായിരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബെഡ് നന്നായിട്ട് കുടഞ്ഞ് വിരിച്ച് നീറ്റായിരിക്കണം. ആ ഷീറ്റുകളെല്ലാം നന്നായി നീറ്റായിട്ട് മടക്കിയിടണം. തലയെണ്ണയെല്ലാം എടുത്ത് നന്നായിട്ട് ശുദ്ധമായിട്ട് വയ്ക്കണം. എന്നിട്ട് രാത്രി അതിൽ പോയി കിടക്കേണ്ടതാണ്.
അപ്പോൾ ഇത് കുളിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അശുദ്ധമായ തുണികളിൽ, ബെഡിൽ ഇതിലൊന്നും തൊടരുത്. അശുദ്ധമായ തുണികളിൽ തൊടരുത്. അപ്പോൾ അങ്ങനെ വസ്ത്രശുദ്ധി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ശരീരശുദ്ധി, അത് ശരീരശുദ്ധിക്കകത്തുള്ളതാണത്. വസ്ത്രശുദ്ധി എന്ന് പറഞ്ഞാൽ അലക്കിയ വസ്ത്രം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ എപ്പോഴും, ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ വസ്ത്രത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഒരു വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഡെയിലി അലക്കി ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു കൂർമ്മമായിട്ടുള്ള ഒരു കർമ്മനിരതം നമുക്കുണ്ടാകണം. നമ്മൾ ശരിക്കും അതിനുള്ളൊരു ആർജവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മടിയില്ലാതെ നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് അഷ്ടലക്ഷ്മി പീഠം എന്ന് പറയുന്ന ഈ പീഠം ആര് വീട്ടിൽ വെച്ചാലും 100% അവർക്ക് ഗുണഫലം ഉണ്ടാകും. അഷ്ടലക്ഷ്മി പീഠം കൊണ്ട് ദൂഷിച്ച ഫലങ്ങളൊന്നും ഉണ്ടാകില്ല. 100% ഗുണഫലങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. നാളെയും അങ്ങനെ തന്നെയായിരിക്കും. മേടിച്ചിട്ട് പോകുന്ന ആൾ നിസ്സംശയം വാങ്ങിച്ചിട്ട് പോകണം. സംശയലേശമന്യേ അത് വാങ്ങിച്ചിട്ട് പോകണം. അയ്യോ ഇത് വെച്ച് കഴിഞ്ഞാൽ ദോഷം, അങ്ങനെ ചിന്തിക്കരുത്. അത് ഏത് കാര്യമായാലും അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പം ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാൾ വണ്ടി ഇടിക്കുമെന്ന് വിചാരിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോയി ഇടിക്കും. അപ്പോൾ അതെന്താ, അത് കുഴപ്പമില്ല, ഞാൻ അത് നന്നായിട്ട് പഠിച്ച് ഞാനത് ചെയ്യുമ്പോൾ അത് ദോഷം വരില്ല, അത് ഈശ്വരനും കൂടെ എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിൻ്റെ ശുദ്ധിയോടൊപ്പം നമ്മൾ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് അത് നമ്മുടെ കയ്യിലേക്ക് വരുള്ളൂ, നമുക്ക് ഗുണഫലം ഉണ്ടാകുള്ളൂ. അഷ്ടലക്ഷ്മി പീഠത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അതെത്ര പറഞ്ഞാലും തീരില്ല. 8 ലക്ഷ്മിമാർ അഷ്ടൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്ത് 12 രാശികളിലായി വസിക്കുന്ന സങ്കല്പം, അതാണ് ലക്ഷ്മിപീഠം. വരിക്കപ്ലാവിൻ്റെ തടിയിൽ ചെയ്യുന്ന ഈ ലക്ഷ്മിപീഠത്തിൽ സകല ഐശ്വര്യത്തോടുകൂടിയാണ് ദേവി കുടികൊള്ളുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവിധത്തിലുള്ള പോസിറ്റീവ് എനർജിയും വരും. ജ്യേഷ്ഠാദേവിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റാതെ വരും. ജ്യേഷ്ഠ കയറിലൊരിക്കലും. മഹാലക്ഷ്മി വാസം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും. മമ സഹകുടുംബസ്യ പൂർവജന്മ ഇഹജന്മ പാപശാപദോഷ നിവാരണാർത്ഥം അഷ്ടലക്ഷ്മി പീഠം പൂജിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് പൂജിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ചതുർവിധ പുരുഷാർത്ഥങ്ങളും നമ്മിലേക്ക് വന്നുപെടും. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. അഷ്ടലക്ഷ്മി പീഠം എത്താനായിട്ടുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.